ആയിരിക്കും അല്ലേ? എല്ലാവരും വീട്ടിലൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യും, ഫണ്ണായിരിക്കും എല്ലാവർക്കും. പക്ഷെ എനിക്കങ്ങനെയല്ല. ഞാൻ ഇന്നും പോവാണ്, ഇന്നും ഡ്യൂട്ടി ഉണ്ട്, ഇന്ന് എക്സാമാണ്. അപ്പം ഇന്ന് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം എണീറ്റ് വേഗം പോവാണ്. അപ്പോൾ ഐ തോട്ട് ഓഫ് ദാറ്റ് ഇന്നൊരു ഫുൾ വീഡിയോ എടുക്കാം, നിങ്ങൾക്ക് കാണിച്ചു തരാം സൺഡേ എങ്ങനെയാണ് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. പുറത്ത് റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ വണ്ടീൻ്റെ കുറേ സൗണ്ടൊക്കെ ഉണ്ട്. സോ എല്ലാവരും അതൊന്ന് ഇഗ്നോർ ചെയ്യാം. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റൊക്കെ ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യാം. നമുക്ക് ഇന്നത്തെ കാഴ്ചകൾ എല്ലാം കാണാം. അങ്ങനെ ഞാൻ ഒരു 7:15 ആയ സമയത്ത് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സൊക്കെ കയറി വേഗം ട്യൂഷനിലേക്ക് എത്തിയിട്ടോ. ഇത് നമ്മൾ പിന്നെ ട്യൂഷനിൽ നമ്മൾ ഓഫീസിലേക്ക് പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ന്യൂ മെമ്പറാണ് കേട്ടോ, നമ്മൾ ഫാമിലിയിലേക്കുള്ള. അങ്ങനെ മൂപ്പരാളൊക്കെ കണ്ട് മൂപ്പരാളോട് 2 വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇന്നത്തെ ഡേ തുടങ്ങിയിട്ടുള്ളത്. നമ്മളെ പോലെ തന്നെ ഓരോ അവിടെ ഉള്ളൊരു ഫാമിലി മെമ്പറാണല്ലോ, അപ്പോൾ നമ്മൾ ഓരോ വിവരം അന്വേഷിക്കണമല്ലോ. പിന്നെ അതാ എക്സാം തുടങ്ങി. പിന്നെ ഈ ഒറ്റയ്ക്ക് ഇരുന്ന് ഇതിലൊക്കെ ചിലവരെ കഴിവാണല്ലോ അല്ലേ. ചില സാഹചര്യങ്ങളിൽ നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്തി എഴുതിപ്പിക്കേണ്ടി വരും. നിങ്ങളും ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരുന്നിട്ട് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ട് എഴുതണ്ടോ. അപ്പം നിങ്ങളെ എക്സാം എഴുതാൻ പോകുമ്പോഴുള്ള നിങ്ങളെ ടെൻഷൻ ഉണ്ടാവില്ലുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതും കൂടി ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻ്റ് ആക്കിയിട്ട് അറിയിക്കണം കേട്ടോ. എഴുതിയ പേപ്പർ ഓ പാവ കുട്ടി ഒന്നും എഴുതിയില്ല. ഇതാണ് മിഫ്താൽ എഴുതിയത്. വൈറലാക്കണം കേട്ടോ ഗൈസ് നിങ്ങളെല്ലാവരും മിഫ്താലിനെ. ക്ലാസ്സിലെ ഇൻവിജിലേറ്റർ നോക്കുന്നതിനോടൊപ്പം ആൻസർ പേപ്പർ നോക്കുന്നു ഗൈസ്. ഓരോ ക്ലാസ്സിൽ കയറി ഇറങ്ങുമ്പോഴും ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കാണാം ഈച്ച് ആൻഡ് എവറി ക്ലാസ് റൂമിൽ കേട്ടോ. പിന്നെ ഒന്ന് എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ പോയി കഴിച്ചു. ഇത് ആനി, ഇത് റനീമ, ഇത് ആനി, ഇത് പറയാനുള്ളത് വെച്ചാല് എല്ലാവരും അഡ്മിഷൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ പിന്നെ ഇന്നത്തെ 2 എക്സാമും കഴിഞ്ഞപ്പോഴത്തേന് ഒരു വിധത്തിൽ സൈഡായി പോയി കേട്ടോ. അങ്ങനെ പിന്നെ എക്സാമിനേഷൻ ഹാളിൽ നിന്ന് എല്ലാ കുട്ടികളും ഓരോ പേപ്പറായിട്ട് വരുന്ന ടൈമിൽ ഈ എല്ലാ പേപ്പറും സോർട്ട് ഔട്ട് ചെയ്യേണ്ട പണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരെ ആ പണിക്ക് നിന്ന് അതെല്ലാം കഴിഞ്ഞൊന്ന് വീട്ടിലെത്തിയ സമയത്ത് പുറത്ത് പോകാമെന്നും പറഞ്ഞ് എത്രയൊക്കെ ടയേർഡാണെന്നുണ്ടെങ്കിൽ പുറത്ത് പോകാമെന്ന് കേട്ടാൽ പിന്നെ ചാടി കയറിപ്പോവും. അത് പിന്നെ എന്താണെന്നറിയില്ല, അത് അങ്ങനെ ആയിപ്പോയി. ഇതേപോലെയുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോൻ്റെ കമൻറ്റിൽ അതും കൂടി കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ സ്വീറ്റ് കോൺ വാങ്ങൽ പറഞ്ഞാൽ നിർബന്ധമുള്ള കാര്യമാണ്. അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങി കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ കയറി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പം ഇന്നത്തെ ഒരു മിനി വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.